അയ്യൂബ് നബി. കഥകളുടെ നിരവധി മാതൃകകൾ ഖുർആനിലുണ്ട്. അയ്യൂബ് നബിയുടെ ജീവിതാനുഭവങ്ങൾ ചൊല്ലിത്തരുമ്പോൾ കഥാകഥനത്തിൻ്റെ വ്യതിരിക്തമായ ഒരു ശൈലി ഖുർആൻ അവലംബിക്കുന്നു. ക്ഷമാശീലരും നന്ദിബോധമുള്ളവരുമായ ദേവദാസന്മാർക്ക് സിദ്ധമാകുന്ന അനുഗ്രഹങ്ങൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ കഥയിലൂടെ അനാവരണം ചെയ്യുന്നു. ധാരാളം കൃഷിയും മൃഗങ്ങളും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വാത്സല്യനിധികളായ സന്താനങ്ങളുമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഏറെ പരീക്ഷിക്കപ്പെടുകയുണ്ടായി. ഒന്നിനു പുറകെ മറ്റൊന്നായി ദുരിതങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടി. അള്ളാഹുവിന് നന്ദി പറയുന്ന നാവും അവനെ സദാ സ്മരിച്ചുകൊണ്ടിരുന്ന ഹൃദയവും ഒഴികെയുള്ള അദ്ദേഹത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും രോഗബാധിതങ്ങളായി. അടുത്ത ചങ്ങാതിമാർ പോലും അദ്ദേഹത്തെ വിട്ടകന്നു. നാടിൻ്റെ ഒരു മൂലയിൽ അദ്ദേഹം ഒറ്റപ്പെട്ട് ജീവിച്ചു. ആർക്കും അദ്ദേഹത്തോട് ദയയോ അനുകമ്പയോ തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയഭക്തി മാത്രമായിരുന്നു ഏക തുണ. അവർ അദ്ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുത്തു. ക്ഷമ. പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ അകപ്പെട്ട അദ്ദേഹം പക്ഷേ ഒരാക്ഷേപവും ബോധിപ്പിച്ചില്ല. ആരെയും കുറ്റപ്പെടുത്തിയില്ല. ആരോടും അസംതൃപ്തി പ്രകടിപ്പിച്ചില്ല. ശരീരത്തിൽ പുഴുക്കൾ ഇഴയുന്ന ദുസ്സഹമായ അവസ്ഥയിൽ ആളൊഴിഞ്ഞ വൃത്തിഹീനമായ ഒരു തെരുവിൽ നീണ്ട വർഷങ്ങൾ അദ്ദേഹം കഴിച്ചുകൂട്ടി. പരീക്ഷണങ്ങളുടെ ഘട്ടം പൂർത്തിയായി. അയ്യൂബ് നബി അലൈഹിസ്സലാം പൂർണ്ണതയും ഉന്നത പദവിയും കൈവരിച്ചു. ഈ അവസരത്തിൽ ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന ജപിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു ആന്തരിക പ്രേരണ നൽകി. തൻ്റെ ദൗർബല്യവും ദുരിതവും പ്രകടമാക്കുകയും ആശ്രയമായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന സത്യം ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അദ്ദേഹത്തിനും കുടുംബത്തിനും സ്വസ്ഥത കിട്ടി. അദ്ദേഹത്തിൻ്റെ സമ്പത്തുകൾ തിരിച്ചു നൽകപ്പെട്ടു. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു. അള്ളാഹു പറയുന്നു, ഞാൻ ദീനബാധിതനായിരിക്കുന്നു. കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവൻ നീയാണ്. ഇപ്രകാരം അയ്യൂബ് തൻ്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. നാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, പ്രയാസം ദൂരീകരിച്ചു. നമ്മിൽ നിന്നുള്ള കാരുണ്യമായും ദൈവദാസന്മാർക്ക് ഒരു പാഠം എന്ന നിലയിലും നാം അദ്ദേഹത്തിന് തൻ്റെ കുടുംബാംഗങ്ങളെയും അവർക്കൊപ്പം അത്രയും കൂടി നൽകുകയും ചെയ്തു.